ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും, മടിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ സാഹചര്യങ്ങൾ ഒത്തു കിട്ടുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യും എടുക്കില്ല ഇത് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഞങ്ങൾ ഇന്ന് വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് ഏതാണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. അപ്പം എന്തൊക്കെ പരിപാടിയാ എന്നുള്ളതെന്നൊക്കെ അങ്ങനെ എക്സാക്റ്റ് പ്ലാനൊന്നുമില്ലല്ലേ. ഇന്ന് അത്യാവശ്യം നല്ല സണ്ണി ഡേ ആട്ടോ. ദാണ്ട് സൂര്യൻ അവിടെ കാണത്തില്ലേ? അതവിടെ. അപ്പൊ ചുമ്മാ ഒരു വീഡിയോ, കുറേ ദിവസത്തിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വർക്കെല്ലാം കഴിഞ്ഞ് വന്നിറങ്ങി. ഇപ്പൊ ഞങ്ങൾ പുറത്ത് പോവാണ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒരു 3:30-4 മണിക്കുള്ളിലായിരിക്കും. വണ്ടിക്കകത്ത് കയറാം. നമ്മുടെ നാട്ടിൽ വണ്ടിക്കകത്ത് കയറുന്ന പോലെ ഉണ്ട്. എന്തായാലും ചൂടായിട്ടുണ്ട്. കുറെ കാലമായിട്ട് ഇവിടെ നല്ല തണുപ്പായിരുന്നേ. ഇപ്പൊ പെട്ടെന്നൊന്ന് വണ്ടി വെയിലത്ത് കിടന്നു കഴിഞ്ഞപ്പം മഴ പെയ്യുമ്പോ ഇച്ചിരി എന്താ പറയാ, ഉറങ്ങി ഏറ്റിട്ട് ഫേസ് നോക്കി നല്ല ഉറക്കത്തിന് ഏറ്റ. അതുകൊണ്ട് ഉറക്കത്തിന് ഏറ്റു ഫ്രഷ് ആയെങ്കിലും കണ്ണീന്ന് ഉറക്കം പോയിട്ടില്ല, ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്റെ മുഖത്തുണ്ട്. ഞാൻ പിന്നെ ഐലൈനറും ലിപ്സ്റ്റിക്കൊക്കെ കൂടെ വാരി പൊത്തിയായിരുന്നു. അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ നമ്മൾ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോ ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ വണ്ടി കയറുമ്പോൾ ആ ഒരു ഫീലില്ലേ, ആ ഒരു ഫീലാണ്. നല്ല ചൂട്, വണ്ടിക്കകം നന്നായിട്ട് ഇങ്ങനെ പുഴിഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ, പക്ഷെ എനിക്കിത് ഇഷ്ടമാട്ടോ. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇത് എനിക്കിഷ്ടമാണ്. കാരണം ഇടയ്ക്ക് കുറച്ച് ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴ പെയ്ത സമയത്ത് ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് പറ്റി കുറഞ്ഞിട്ട് പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് ഇച്ചിരി തണുപ്പ് പിടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷൻ ആട്ടോ. സ്പെഷ്യലി എൻ്റെ കൈയും കാലൊക്കെ വേദന അങ്ങനെ കുറവൊന്നുമില്ല. അപ്പം അത് കാരണമാണ് എനിക്ക് തണുപ്പിനോട് അത്ര ഒരു താല്പര്യം ഇല്ലാത്തത്. എനിവേ, അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങള് വിചാരിക്കുകയാണ് KFC പോയിട്ട്. KFCയിൽ ഈ 20 വിങ്സിന്റെ ഒരു ഓഫർ ഉണ്ടല്ലോ, അത് കഴിഞ്ഞൊന്നും അറിയത്തില്ല. ആ വിങ്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതിന് ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഈ ഒരു നീല ഇതിന്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞാനൊരു ഉടുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്, ഒരു ഡ്രസ്സ്. അപ്പൊ ഞാൻ ചെറിയൊരു ആ ഒരു കാറ്റിലൊരു കുളിർമ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് എടുത്തിട്ടതാ. പക്ഷെ ഇതിന്റെ ആവശ്യം വേണ്ടായിരുന്നു. പക്ഷെ കിടക്കട്ടെ, ഒരു രസമല്ലേ. അപ്പൊ നമ്മൾ KFCയുടെ മുന്നിലെത്തി. ഈ ഹോട്ട് വിങ്സ് ആയത് കാരണം ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും. മറ്റ് സാധനങ്ങളൊക്കെയാണെങ്കിൽ ഇച്ചിരി ഓർഡർ ചെയ്താൽ ഭയങ്കര ലേറ്റ് ആട്ടോ KFCയിൽ. പക്ഷെ മക്ഡൊണാൾഡ് അങ്ങനെയല്ല. മക്ഡൊണാൾഡ് നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടും. ഇവിടെ പക്ഷേ നമ്മൾ പണ്ട് KFC മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് 20 വിങ്സിന്റെ ബക്കറ്റ്. നമ്മളങ്ങനെ KFCന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി, ചിക്കൻ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് സിറ്റി സെന്ററിലേക്കാണ്. ഒറ്റ കൈ കൊണ്ട് ഇടാൻ പറ്റുന്നില്ല, ഇടാലോ. സിറ്റി സെന്ററിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങി വരുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ സ്കൂൾ വിടുന്ന ടൈം ആയത് കാരണം പിള്ളേരെയൊക്കെ നമുക്ക് കാണാം. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയമായത് കാരണം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്രൗഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാലും ഒത്തിരി ക്രൗഡൊന്നും പറയാനില്ല. ഇത് കണ്ടില്ല, ഇതാണ് സിറ്റി സെന്റർ എന്ന് പറയുന്നത്. ഇവിടുത്തെ നീങ്ങി നിവർന്ന് കിടക്കുന്ന സിറ്റി സെന്റർ. ആളുകൾ വളരെ 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 കുറവാണ്. എനിക്ക് കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് എന്തെങ്കിലും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കേറിയപ്പോ തന്നെ കണ്ട ഒരു ഡ്രസ്സ് കാണിച്ചു തരാവേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ ക്യൂട്ടാന്നുള്ളത് അതിൻ്റെ കൈൻഡ് ഓഫ് ആ ഒരു അതേ പാറ്റേണിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അത് കണ്ടില്ലേ,
സമ്മർ വേഴ്സ് ആണ് ഇതെല്ലാം. നല്ല രസമുണ്ട്. സ്കേർട്ടും ക്രോപ്പ് ടോപ്പും എന്ത് രസമല്ലേ കാണാന്. ഒരുപാട് സമ്മർ വേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതും കൊള്ളാം കേട്ടോ, ഇതും നൈസായിട്ടുണ്ട്. ഒരുപാട് സമ്മർ വേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കി എന്ത് രസമാണ് കാണാന്. ഭയങ്കര പ്രിറ്റി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ സ്കേർട്ടാണ്. അടിപൊളി. എന്റെ കണ്ണിങ്ങനെ പതറി നടക്കുകയാണ്. എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട്. എനിക്ക് ഇത് നല്ല രസമില്ല കാണാന്. മിഥുൻ മണ്ടലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ജെൻസിന്റെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മിഥുന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്റെ അവസ്ഥ എന്താവും അറിയത്തില്ല. നാളെ നമുക്ക് ഒരു ആദ്യ കുർബാനയുണ്ട്. അപ്പോൾ ആദ്യ കുർബാനയുടെ ഭാഗമായിട്ട് ഡ്രസ്സ് എടുക്കുന്ന ചടങ്ങുകളാണ് ഈ കാണുന്നത്. എനിക്ക് ഓൾറെഡി ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പ്രൈമാർക്കിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിന് ഒരു ഷർട്ട് കൈൻഡ് ഓഫ് സംതിങ് എടുക്കണമെന്ന് ഉള്ളത് കാരണം കയറിയതാണ്. പ്രൈമാർക്കിൽ കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടു. ഇനി സമ്മർ വെയേഴ്സ് കൂടുതലും ഒരുപാട് സമ്മർ വെയേഴ്സ് കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഓപ്ഷൻസ് പ്രൈമാർക്കിൽ വളരെ അപൂർവമാണ്. എന്തായാലും ആ ഒരു കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എടുത്തത്. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ഡ്രസ്സാണ് ഞാൻ പ്രോഗ്രാമിന് ഇടാൻ വേണ്ടിയിട്ട് ഓൾറെഡി മേടിച്ചത്. എനിക്കത് ഭയങ്കര പ്രിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഭംഗിയാണ്. ആ ഒരു ഡ്രസ്സ് നമുക്ക് ഇടുമ്പോൾ ഒരു ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഫീല് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രിറ്റി ഡ്രസ്സാണ്. ഞാനിതിൻ്റെ റേറ്റ് നോക്കുകയാണ്. ഞാൻ മേടിച്ചപ്പോൾ 25 പൗണ്ടായിരുന്നു. ഇപ്പോഴും അതേ റേറ്റ് തന്നെയാണോ എന്നാണ് നോക്കിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇവർ റേറ്റ് കൂട്ടിയും കുറച്ചൊക്കെ ഇടുന്ന കാണാറുണ്ട്. അതിൻ്റെ പേരിൽ നോക്കിയത്. മിത്തൂസിനൊരു ബ്ലാക്ക് കളറുള്ളൊരു കാണിച്ചില്ലായിരുന്നു. അതേപോലത്തെ ഒരു ഷർട്ടുള്ളൊരു ടീഷർട്ട് അതെടുത്തു. മിത്തൂസ് എന്നിട്ട് അപ്പുറത്തേക്ക് പോയി, ഞാൻ ഇപ്പുറത്തേക്കും പോന്നു. കാരണം അവനങ്ങനെ ഈ ഷോപ്പിംഗ് ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒരുപാട് നടന്നങ്ങനെ ഷോപ്പ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പം പാവം വെറുതെ നടത്തിക്കണ്ടല്ലോ. അപ്പോൾ പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ മിത്തൂസ് അങ്ങ് പോയിട്ടുണ്ട്. ഞാനപ്പോൾ ഇപ്പുറത്തേക്ക് ഞാൻ ന്യൂ ലുക്കിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഞാൻ കുറച്ച് നല്ല ടോപ്പ് കണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം നല്ലത് പറ്റിയതുണ്ടെങ്കിൽ ഒന്ന് നടന്ന് കാണാലോ എന്ന് വിചാരിച്ചു. നടക്കാനൊന്നും അധികം വയ്യ, കാലിന് ഭയങ്കര വേദനയൊക്കെയാണ്. എന്നാലും ലീവൊക്കെ അല്ലേ, അപ്പം ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. നല്ല വെയിലാട്ടോ. ഞാനൊരു മരത്തിൻ്റെ തണലിലാണ് നിൽക്കണേ. മുഖത്തേക്ക് വെയിലടിക്കുമ്പോൾ എന്നാ രസമെന്നറിയോ, എന്നെ സുഖമെന്നറിയാവോ. ഈ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ്. അപ്പം ഞാനിത് എൻ്റെ ന്യൂ ലുക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അകത്ത് കയറിയിട്ട് നല്ലതെന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നമുക്കിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഓഫേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ടില്ല, എല്ലാം 3 പൗണ്ടിൻ്റെ നല്ല ഭംഗിയുള്ള അടിപൊളി ടോപ്പുകളാട്ടോ. നല്ല ക്രോപ്പ് ടോപ്പുകളുണ്ട്. എന്താ പറയുക, വേണ്ട 5 പൗണ്ട് 10 പൗണ്ട് 8 പൗണ്ട് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. എന്നിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാവും. ഞാൻ വന്ന സമയം വളരെ ലേറ്റായിപ്പോയി. 5:30 വരെ ഈ കട ഓപ്പണുള്ളൂ. 5:15 എത്തിയപ്പോൾ അവസാനം ഒരു ജാക്കറ്റ് മാത്രം എടുത്ത് ഞാൻ മടങ്ങി. ന്യൂ ലുക്കിൽ ഞാനൊരു എന്താ പറയുക, ഒരു ജാക്കറ്റ് ഞാൻ എടുത്തത്. വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ കളക്ഷൻസ് ഞാൻ നോക്കി സെലക്ട് ചെയ്ത് കയ്യിൽ പിടിച്ചപ്പം എന്താണ് ഫിറ്റിംഗ് റൂം അവൈലബിൾ അല്ല പറഞ്ഞു. 5:30 ഇത് ക്ലോസ് ചെയ്യും. ഇപ്പം തന്നെ 5:15 കഴിഞ്ഞു. അപ്പം ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ ഞാൻ ആ ഒരു ജാക്കറ്റ് മാത്രം ഞാൻ എടുത്തു. നാളെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ വന്ന് നോക്കാമല്ലോ എന്ന് വിചാരിക്കുകയാണ്. ചെറിയൊരു വിഷമമായി പോയി, സാരമില്ല, ഓക്കെ. എന്തോരം ആളാണെന്നറിയോ അവിടെ. ഒരുപാട് ഈ ടോപ്സിനൊക്കെ 3 പൗണ്ട്സ്, പിന്നെ എന്താ പറയുക 5 പൗണ്ട്സ് ഒക്കെ ഡ്രസ്സ്, 10 പൗണ്ട്സ്, പിന്നെ 5 പൗണ്ട്സിനൊക്കെ ഷൂസ്, പിന്നെ ഹീൽസ്, ചപ്പിൾസ് എല്ലാം കിട്ടും അവിടെ. എനിവേ, അപ്പോൾ നാളെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ വരാമെന്ന് വിചാരിക്കുകയാണ്.
ഈ ജാക്കറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കംഫർട്ടിനനുസരിച്ചുള്ള ജാക്കറ്റ് വളരെ റെയറായിട്ട് കിട്ടാറുള്ളൂ. എത്ര കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ജാക്കറ്റ് എന്ന് പറയുന്നൊരു സാധനം മതിയാവാത്തൊരു സാധനമാണ്. പല തരത്തിലുള്ളത്, പല മോഡലിലുള്ളത്, പല കംഫി ആയിട്ടുള്ളത് ഒക്കെ കിട്ടുമ്പം ഒരു സന്തോഷമാണ്. കാരണം ഇവിടെ തണുപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ മിത്തൂസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ ഈ ഷോപ്പിംഗ് സെൻറ്റർ, പ്രൈമാർക്കിൻ്റെ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അകത്തുണ്ടെന്നായിരുന്നു പറഞ്ഞത്. കാണുന്നില്ല. ഞാൻ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും ബാക്കിൽ മിത്തൂസ് ഇരിപ്പുണ്ട്. അവൻ അവിടെ നിന്ന് അവൻ എന്നെയും കാണുന്നുമുണ്ട്. എന്തുവാ നോക്കിക്ക്, ഇവൻ്റെ ഒരു കാര്യം പറഞ്ഞ ഞാൻ ഇവിടെ ഇരുന്ന് അവനെ ഇങ്ങനെ നോക്കുക. അവനെ കാണുന്നില്ല. അവൻ ഈ ഷോപ്പിംഗ് സെന്ററിന് തൊട്ട് മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അവൻ വരുമെന്ന് വിചാരിച്ചല്ലേ ഞാൻ ഇരിക്കുന്നത്. അവനെ കാണുന്നില്ല. ഇനിയിപ്പൊ അവൻ എന്നെ കണ്ടില്ലയാവോ? ഇവനെന്താ ഇവിടെ ഇരിക്കുന്നേ? എനിക്ക് തോന്നുന്നത് അവിടെയാ ന്യൂ ലുക്ക്. ചിലപ്പോ ഞാൻ അവിടെ നിന്ന് വരുന്ന നോക്കിയിരിക്കും. നോക്ക്, ഒരു കൂസലും ഇല്ലാണ്ടിരിക്കും. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഷോപ്പിംഗ് സെന്ററിന്റെ മുന്നിൽ നിൽക്കാനല്ലേ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു ബൂട്ട്സിന് മുമ്പ് നിൽക്കാൻ പറഞ്ഞപ്പോ അവിടെ നിൽക്കായിരുന്നു, ഇരിക്കായിരുന്നു. അല്ല, നമ്മുടെ വണ്ടി അവിടെ 2 മണിക്കൂറല്ലേ? ഞങ്ങളെ എന്താ വണ്ടി 2 hours ഞങ്ങള് പാർക്ക് ചെയ്യുന്ന പെർമിറ്റിലായിട്ടിരിക്കുന്നത്. അപ്പം 2 മണിക്കൂർ ആയിട്ടില്ല. എനിവേ, നമ്മളിന്ന് വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. എന്താ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഒന്നുമില്ല. നെക്സ്റ്റ് നേരെ വീട്ടിൽ പോവാ. ചേട്ടനും സിന്ധു ചേട്ടനും വരുന്നുണ്ടോ? ഇല്ല, എല്ലാവരും പോയോ? മെത്ലാനിൽ പർച്ചേസ് ചെയ്യുന്നു. നിനക്ക് പാന്റ് എടുക്കണ്ടേ? മെത്ലാനിന്ന് അടച്ചോ? നമ്മുടെ വണ്ടി എന്താ ടൈം ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പം മിത്തൂസ് വണ്ടി എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാനപ്പം എനിക്ക് 1-2 സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അവനെ വിട്ടു. അപ്പം അവൻ വരുമ്പോഴത്തേക്ക് ഞാൻ സാധനം മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കാട്ടോ, താഴെ ഉണ്ടാവും. സിന്ധുചേട്ടൻ്റെ വീടിൻ്റെ അവിടെ താഴെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എവിടെയോ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മലയാളി കടയുണ്ട്. മലയാളി മീൻസ് ഒരു ശ്രീലങ്കൻസ് നടത്തുന്നൊരു ഷോപ്പാണ്. ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന. അത് അടച്ചോ? അപ്പം എനിക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം വൈകിട്ട്, ഇല്ലെങ്കിൽ ചില്ലി ചിക്കൻ, എന്താണെങ്കിലും ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് മേടിക്കണം. അപ്പം ഞാൻ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തുറന്നാൽ മതിയായിരുന്നു. അങ്ങനെ നടന്നു വന്ന് ഞാൻ തൻ്റെ കട കണ്ടുപിടിച്ചു. ഈ ഒരു കടയിലുണ്ടല്ലോ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെന്താ പറയുക, കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അരി, നമ്മുടെ മട്ട അരി, പവിഴം ബ്രാൻഡിന്റെ അരി, ഒരുപാട് വെറൈറ്റി ബ്രാൻഡ്സിന്റെ അരികൾ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ കുറച്ചൊക്കെ പച്ചക്കറി ഇറക്കി വരുന്നുള്ളൂ, കാരണം പുതിയ കടയാണല്ലോ. ഈ മിന്റും അതുപോലെ തന്നെ കൊറിയൻഡറൊക്കെ നമുക്ക് നല്ല ഓഫറിലാണ്. 1 poundന് 3 കെട്ട് കൊറിയൻഡേഴ്സും മിന്റും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് വെച്ചിട്ട് എടുക്കാം. അതൊക്കെ എനിക്ക് ഭയങ്കര ഓഫറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ ഡ്രിങ്ക്സിന്റെ ഒക്കെ ഒരുപാട് സെഷൻ ഉണ്ട്. ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട്. കപ്പ, ഫിഷ്, അങ്ങനെയൊക്കെ. ബോൺവിറ്റ പറഞ്ഞത് മാറിപ്പോയി. ബോൺവിറ്റ, ബൂസ്റ്റ്, ഹോർലിക്സ്, അതുപോലെ എല്ലാം മാഗി ഐറ്റംസ്, പിന്നെ റെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മറയൂർ ശർക്കര, ചൊവ്വരി, കടല, എന്തൊക്കെ വേണം, മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മുടെ മസാല ഐറ്റംസുകൾ, എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ദോശപ്പൊടി, പിന്നെ അതുപോലെ തന്നെ അജ്മീയുടെ ഒക്കെ ഒരൊറ്റ ഫ്ലോർ നിറച്ചും അജ്മീയുടെ, അതായത് റോർ നിറച്ചും അജ്മീയുടെ പ്രോഡക്ട്സ് ആണ്. എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടുന്ന് സാധനം മേടിച്ചിറങ്ങി. ഞാൻ അവിടെ നിന്നുണ്ടല്ലോ ഒരു കെട്ട് മല്ലിച്ചപ്പ് ഞാൻ എടുത്തു. ഞാൻ മല്ലിച്ചപ്പ് മേടിക്കാൻ വേണ്ടിയാണ് പോയത്. പുതിയനൊരു ഇച്ചിരി വീട്ടിൽ ഇരിപ്പുണ്ട്. ബിരിയാണി ഉണ്ടാക്കാനാണല്ലോ പ്ലാൻ. അപ്പം ഇച്ചിരി മല്ലിച്ചപ്പ് കൂടുതൽ വേണം കാരണം അത് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു 1 poundന് 3 കെട്ട് എടുക്കാമെന്ന് പറഞ്ഞു. മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. കൊറിയൻഡർ ഉണ്ട്, മിന്റ്, പിന്നെ വേറൊരു കൈൻഡ് ഓഫ് ലീഫ് ഉണ്ട് അവിടെ. സോ ഞാനപ്പോൾ 2 മല്ലിച്ചപ്പിൻ്റെ കിട്ടും 1 മിന്റിൻ്റെ കിട്ടും അങ്ങ് എടുത്തു. അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. എല്ലാ സാധനത്തിനും റേറ്റ് കുറവുണ്ട്. അത് മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്.
നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുന്ന വെച്ചാൽ ലണ്ടനിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായി. അതായത് സ്കോട്ട്ലാൻഡിൽ വന്നു കഴിഞ്ഞപ്പം അപ്പോൾ ഇവിടെ ഇത്രയും സാധനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പം ഇറ്റ്സ് അമേസിങ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഡിൻബറയിൽ പോയിട്ടല്ലേ കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നത്. അപ്പം ഇത്തവണ നമുക്ക് ഇവിടെ പുതിയതായിട്ട് വന്നതാട്ടോ ഈ കട. അപ്പോൾ മേടിക്കാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം. അപ്പം മിത്തൂസ് ഇവിടെ അങ്ങനെ ഇന്നത്തെ ഞങ്ങൾ താൻ്റെ വീട്ടിൽ ഈ പാത്രൻ്റെ ഉള്ളിൽ ഇവിടെ എവിടെയോ ഇത് മേടിച്ചായിരുന്നു. അത് ആ കുപ്പിയുടെ അറ്റത്തുള്ള സാധനമാണ്. വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കളയാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അവിടുന്നൊരു ഡ്രസ്സ് മേടിച്ചു, ഒരു ബനിയൻ മേടിച്ചു, എനിക്കൊരു ജാക്കറ്റ് എടുത്തു, മിൻറ്റ് ആൻഡ് കൊറിയൻഡർ മേടിച്ചു. ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയി ഞങ്ങൾ തിരിച്ചു പോകുന്നു. എന്താ പരിപാടി? അയ്യോ, ഫുഡ് ഉണ്ടാക്കണം. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറച്ച് നേരം മൂവിയൊക്കെ കണ്ട് റിലാക്സ് ആയി അങ്ങനെ കിടന്നുറങ്ങണം. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗ്, ഒന്നുമില്ല, ചെറിയൊരു പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു വ്ളോഗ്, കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗ്. അതെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.